ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും കൂടി ഹനുമാന് സീതാരാമ ദർശനം നൽകിയ കഥ കേൾക്കാം. ശ്രീരാമൻ ത്രേതായുഗത്തിൽ സ്വർഗാരോഹണം ചെയ്തപ്പോൾ വരുന്ന ദ്വാപരയുഗത്തിൽ താൻ കൃഷ്ണനായി അവതാരമെടുക്കുമെന്നും അന്ന് സീതാരാമന്മാരായി ദ്വാരകാപുരിയിൽ വെച്ച് ദർശനമരുളി ചെയ്യാമെന്നും ഹനുമാനോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് മാരുതപുത്രൻ ദ്വാരകയിൽ വന്നു ചേർന്നു. അവിടെ ധാരാളം കായ്കനികൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു നന്ദനോദ്യാനത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. യാത്രാക്ഷീണം കൊണ്ട് പരവശനായി തീർന്നിരുന്ന ആഞ്ജനേയൻ മധുരക്കനികൾ പറിച്ചെടുത്ത് കടിച്ച് രസിച്ചു തിന്നാൻ തുടങ്ങി. അനുവാദം കൂടാതെ ഉദ്യാനത്തിൽ പ്രവേശിച്ച് ഒരു കാട്ടുകുരങ്ങൻ ഫലങ്ങളെല്ലാം പറിച്ചെടുത്ത് തിന്നുന്നത് കണ്ട കാവൽക്കാരൻ ക്ഷുഭിതനായി. ഏയ് കുരങ്ങ, കടന്നു പോകൂ പുറത്ത്. നിന്റെ തോന്നിയാസം പോലെ തിന്നുമുടിക്കുവാൻ ഇത് കാടൊന്നുമല്ല, ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉദ്യാനമാണ്. കാവൽക്കാരൻ ആ കുരങ്ങനോട് മര്യാദയ്ക്ക് പറഞ്ഞു നോക്കി. എന്നാൽ ആ കുരങ്ങനോ അവർ പറഞ്ഞത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അത് തന്നിഷ്ടപ്രകാരം പഴങ്ങൾ പറിച്ചെടുത്ത് കടിച്ചു തിന്നുകൊണ്ടേയിരുന്നു. ഓഹോ, മര്യാദയൊന്നും ഈ കാട്ടുകുരങ്ങനോട് വിലപ്പോവുകയില്ലെന്ന് തോന്നുന്നു. ശരീരം നൊന്താൽ മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്നായിരിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാവൽക്കാരൻ കല്ലുകൾ പെറുക്കിയെടുത്ത് കുരങ്ങനെ എറിഞ്ഞു. ഒരു കല്ല് ദേഹത്ത് കൊണ്ടപ്പോൾ കുരങ്ങൻ്റെ മട്ടുമാറി. കോപത്തോടെ അലറിക്കൊണ്ട് ആ കുരങ്ങൻ കാവൽക്കാർ തൻ്റെ നേർക്കെറിഞ്ഞ കല്ലുകൾ ലാഘവത്തോടെ പിടിച്ചെടുത്ത് അവരുടെ നേർക്ക് ഊക്കോടെ വലിച്ചെറിഞ്ഞു. കുരങ്ങൻ എറിഞ്ഞ കല്ലുകളിൽ ഒന്നുപോലും ഉന്നം തെറ്റിയിരുന്നില്ല. അവയെല്ലാം കാവൽക്കാരുടെ തലയിൽ കൊണ്ടു പൊട്ടി ചോര ഒലിച്ചിറങ്ങി. കോപാകുലരായ അവർ കുന്തങ്ങളും ഗദകളും വലിച്ചെറിഞ്ഞ് കുരങ്ങനെ ആക്രമിച്ചു. കുരങ്ങന് വിട്ടുകൊടുത്തില്ല. കോപം പൂണ്ടലറിയ കുരങ്ങൻ മരച്ചില്ലകൾ ഒടിച്ചെടുത്ത് കാവൽക്കാരെ കണക്കറ്റ് പ്രഹരിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ അവർ അലറി വിളിച്ചു കരഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടി. അവിടെ അരമനയുടെ വാതിൽക്കൽ നിന്നിരുന്ന ബലഭദ്രരാമനോട് അവർ സങ്കടം പറഞ്ഞു. പ്രഭു, ഭ്രാന്ത് പിടിച്ച ഒരു കാട്ടുകുരങ്ങൻ ഉദ്യാനത്തിൽ കടന്ന് അതിക്രമം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിരട്ടി ഓടിക്കാൻ ചെന്ന ഞങ്ങളെ അവൻ വല്ലാതെ ഉപദ്രവിച്ചിരിക്കുന്നു. അവരുടെ തലയിൽ നിന്ന് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന രക്തം കണ്ടപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം ബലഭദ്രരാമന് ബോധ്യമായി. കോപിഷ്ഠനായ അദ്ദേഹം തൻ്റെ ഹലായുധവും തോളിലേറ്റിക്കൊണ്ട് ഉദ്യാനത്തിലേക്ക് നടന്നു. അലങ്കോലപ്പെട്ടു കിടന്നിരുന്ന ഉദ്യാനം കണ്ടപ്പോൾ ബലരാമൻ്റെ കോപം ഇരട്ടിച്ചു. അദ്ദേഹം ദേഷ്യഭാവത്തിൽ കുരങ്ങനോട് പറഞ്ഞു, എടാ മർക്കട കീടമേ, മര്യാദയ്ക്ക് ഉദ്യാനം വിട്ടു പോകുന്നുണ്ടോ അതോ ഇവിടെ തന്നെ മരണപ്പെട്ടു വീഴുന്നോ? ഹനുമാൻ ബലഭദ്രരാമനെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് പരിഹാസപൂർവം ചോദിച്ചു, കോലം കണ്ടിട്ട് കാലിനാണെന്ന് തോന്നിപ്പിക്കുന്ന പൊണ്ണത്തടിയനായ നീ ആരാണ്? എന്ത്, നമ്മെ പരിഹസിക്കുന്നുവോ? നമ്മുടെ പേര് പറഞ്ഞാൽ പേടിച്ച് നീ മലമൂത്ര വിസർജനം ഒരുമിച്ച് ചെയ്യാതിരിക്കില്ല. നാമാണ് ദ്വാരകാപുരിയിലെ ബലഭദ്രരാമൻ. ആ പേര് കേട്ടപ്പോൾ കോപാക്രാന്തനായ ഹനുമാൻ 8 നാടും പൊട്ടുമാറ് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഷ്ടം, നമ്മുടെ സ്വാമിയായ ശ്രീരാമചന്ദ്രൻ്റെ നാമത്തെ അവമതിക്കത്തക്ക വിധത്തിൽ ഇങ്ങനെയും ഒരു പേരോ? അങ്ങനെയുള്ള പേരിന് ഉടമയായ നിന്നെ നാം ജീവനോടെ വിടുകയില്ല. വൃക്ഷത്തലപ്പിൽ നിന്ന് ബലഭദ്രരാമൻ്റെ കഴുത്തിലേക്ക് നേരിട്ട് ചാടിയ ഹനുമാൻ ബലഭദ്രരാമൻ്റെ ശിരസിലും മാറിലും ഊക്കോടെ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു. അദ്ദേഹത്തിൻ്റെ തോളിലിരുന്ന ഹലായുധമെടുത്ത് ഹനുമാൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്നുണ്ടായ ആക്രമത്തിൽ സംഭീതനായ ബലഭദ്രരാമൻ സ്തംഭിച്ചു നിന്നുപോയി. രാമൻ്റെ കഴുത്തിൽ നിന്ന് ചാടിയിറങ്ങിയിട്ട് ഹനുമാൻ പറഞ്ഞു, മേലാൽ നമ്മുടെ സ്വാമിയുടെ തിരുനാമത്തോട് സാമ്യമുള്ള പേരാണ് നിന്റേതെന്ന് അറിയാതെ പോലും പറഞ്ഞു പോകരുത്. ഭീരുവായ നിനക്ക് ഇത്തരമൊരു പേരിട്ട മാതാപിതാക്കന്മാർ
ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വേഗം തന്നെ നിനക്ക് മറ്റൊരു പേരിടാൻ അവരോട് പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്നെ ഞാൻ വച്ചേക്കില്ല. അപമാനിതനായ ബലരാമൻ തൻ്റെ ആയുധവും തപ്പിയെടുത്തുകൊണ്ട് നാണത്താൽ തലയും കുമ്പിട്ട് കൊട്ടാരത്തിലേക്ക് നടന്നു. ബലഭദ്രരാമൻ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ നിന്നിരുന്ന കൃഷ്ണവാഹനമായ ഗരുഡൻ ബലരാമന്റെ അവശമായ കോലം കണ്ടിട്ട് അനുകമ്പയോടെ അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യോ ബലഭദ്രരാമ, എന്താണുണ്ടായത്? ഇതിനു മുമ്പൊരിക്കലും ഇത്ര പരവശനായിട്ട് അങ്ങേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതോ, ഉദ്യാനത്തിൽ ഒരു കുരങ്ങൻ. വിവരദോഷിയായ അത് നമ്മുടെ അരുമ പെരുമകൾ അറിയാതെ നമ്മെ അധിക്ഷേപിച്ചിരിക്കുന്നു. സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞിട്ട് ബലരാമൻ കൊട്ടാരത്തിലേക്ക് നടന്നു. കൊള്ളാം, കുരങ്ങൻ അറിയാതെ ചെയ്തിട്ട് ഈ കോലമെങ്കിൽ അവൻ അറിഞ്ഞു ചെയ്തിരുന്നെങ്കിൽ ബലരാമനെ ഈ ഭൂമുഖത്ത് കാണുകയില്ലായിരുന്നു. നല്ലതുപോലെ വാങ്ങിച്ചു കൂട്ടിയിട്ട് ഭള്ളും പറഞ്ഞ് നടക്കുന്നു. ഇപ്പോൾ കണ്ടോളൂ, ആ കുരങ്ങിനെ പിടിച്ചു കൊണ്ടുവന്ന് നാം ദ്വാരകാനാഥന്റെ കാൽച്ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഗരുഡന്റെ അപാര ശക്തി എന്തെന്ന് ബലഭദ്രരാമനും ദ്വാരകാവാസികളും അറിയട്ടെ. ഇങ്ങനെ മനസ്സിൽ സ്വയം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഗരുഡൻ ഉദ്യാനത്തിലേക്ക് പറന്നു. അപ്പോഴും ഹനുമാൻ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് എടുത്തു ചാടി മരങ്ങൾ പിടിച്ചുലക്കുകയും ചില്ലകൾ ഒടിക്കുകയും പഴങ്ങൾ പറിച്ചു തിന്നുകയും ചെയ്യുകയായിരുന്നു. അവിടെ പറന്നെത്തിയ ഗരുഡൻ ഒരു കൂറ്റൻ വൃക്ഷത്തിൻ്റെ ശക്തിയുള്ള കൊമ്പിലിരുന്ന് കുരങ്ങൻ്റെ വികൃതിതരങ്ങൾ കണ്ടിട്ട് പരിഹാസത്തോടെ ചോദിച്ചു, ഏയ് ശാഖാമൃഗമേ, പഴങ്ങൾ പറിച്ചു തിന്നുന്നത് പോരാഞ്ഞ് എന്തിനാണ് ഉദ്യാനത്തിലെ വൃക്ഷങ്ങളെല്ലാം നശിപ്പിക്കുന്നത്? ഓഹോ, അപ്പോൾ നീയാണോ ഈ ഉദ്യാനം സൂക്ഷിപ്പുകാരൻ? അല്ലല്ല, നാം വിനിതാസുതനായ ഗരുഡനാണ്. ഗരുഡൻ പെരുമയോടെ തന്നെ പരിചയപ്പെടുത്തി. നീ ഗരുഡനോ കുരുടനോ ആരുമായിക്കൊള്ളട്ടെ, നിനക്ക് കായോ പഴമോ വേണമെങ്കിൽ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോയിക്കൊള്ളൂ. നിന്റെ അന്നം നാം മുട്ടിക്കുന്നില്ല. ഹനുമാൻ സഹതാപപൂർവം പറഞ്ഞു. ഏയ് മൂളിക്കുരങ്ങ, നീ നമ്മെക്കുറിച്ച് എന്താണ് ധരിച്ചിരിക്കുന്നത്? രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും സർപ്പങ്ങളുടെയും പേടി സ്വപ്നമാണ് ഈ ഗരുഡൻ. സ്വപ്നം കാണുന്നവർക്കല്ലേ പേടിയുണ്ടാവുകയുള്ളൂ. നാം എന്തിനേയും ഏതിനേയും യാഥാർത്ഥ്യത്തോടെ കാണുന്നവരാണ്. നിന്നോട് അധരവ്യായാമം നടത്തുവാൻ നമുക്ക് നേരമില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും പറന്നു പോയിക്കൊള്ളൂ. ഇല്ലെങ്കിൽ, ഗരുഡൻ ധിക്കാരത്തോടെ ചോദിച്ചു. പോയില്ലെങ്കിൽ നിന്നെ ഞാൻ പറപ്പിക്കും. ഹനുമാനും ഉരുള കുപ്പേരി എന്നതുപോലെ മറുപടി പറഞ്ഞു. കലി കയറിത്തുള്ളിയ ഗരുഡൻ, നീ അത്രയ്ക്കായോ എന്ന് ചോദിച്ചുകൊണ്ട് ഹനുമാന് നേരെ പറന്നടുത്ത് ചിറകുകൾ വിരിച്ച് ഹനുമാനെ അടിക്കാനും കൊത്തിപ്പറിക്കാനും ഒരുമ്പെട്ടു. ലാഘവത്തോടെ പിൻവാങ്ങിയ ഹനുമാൻ തൻ്റെ നീണ്ട വാല് ചുഴറ്റി ഗരുഡനിട്ട് ഒരു വീക്ക് വെച്ചു കൊടുത്തു. അടിയേറ്റ വേഗത്തിൽ ഗരുഡന്റെ തൂവലുകൾ പലതും കൊഴിഞ്ഞുപോയി. അല്പനേരത്തേക്ക് പതറിപ്പോയ ഗരുഡൻ വീണ്ടും ഹനുമാനെ ആക്രമിക്കുന്നതിനായി ഒരു വിഫല ശ്രമം നടത്തി നോക്കി. ഗരുഡന്റെ കാലുകളിൽ പിടുത്തമിട്ട മാരുതി അതിവേഗത്തിൽ പലവട്ടം ചുഴറ്റി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. തലയടിച്ച് നിലത്ത് വീണ ഗരുഡൻ ഇഴഞ്ഞും പിടഞ്ഞും തിരിഞ്ഞുപോലും നോക്കാതെ കൊട്ടാരത്തിലേക്ക് പോയി. ഗരുഡൻ കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ ബലഭദ്രരാമൻ ഉദ്യാനം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുഷ്കനായ കുരങ്ങനെപ്പറ്റി ശ്രീകൃഷ്ണനോട് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും ചട്ടിയും ചടന്തിയും അവശതയോടെ വന്നുകൊണ്ടിരുന്ന ഗരുഡന്റെ അലങ്കോലം കണ്ടപ്പോൾ അവരിരുവരും അറിയാതെ ചിരിച്ചുപോയി. ഗരുഡൻ നാണിച്ച് തലയും കുമ്പിട്ട് നിന്നു. അപ്പോൾ ഭഗവാൻ ഗരുഡനോട് പറഞ്ഞു, ഗരുഡ, ഉദ്യാനത്തിൽ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നത് നിസ്സാരനായ കാട്ടിലെ ഒരു മരഞ്ചാടിയല്ല. അദ്ദേഹം ശ്രീരാമഭക്തനായ ആഞ്ജനേയനാണ്. സീതാപ്രിയ രാമനായ വായുനന്ദനാണ്. ലങ്കാനഗരത്തെ ചുട്ടുചാമ്പലാക്കിയ വീരഹനുമാനാണ്. ഒറ്റ കുതിപ്പിന് മഹാസമുദ്രം താണ്ടി ലങ്കാനഗരത്തിലെത്തി സീതാദേവിയെ കണ്ട രാമദൂതനായ മാരുതകുമാരനാണ്. കൃഷ്ണ, ഹനുമാൻ ഇവിടെ? ബലഭദ്രരാമൻ ഭവ്യതയോടെ ചോദിച്ചു. ജ്യേഷ്ഠ, കൃഷ്ണാവതാര കാലത്ത് സീതാരാമ ദർശനം നൽകാമെന്ന് ശ്രീരാമാവതാര കാലത്ത് ഹനുമാന് നാം വാക്കുകൊടുത്തിരുന്നു.
തൻ്റെ ഇഷ്ടദേവീ ദേവന്മാരെ ദർശിക്കുന്നതിനായിട്ടാണ് വായുപുത്രൻ ഇവിടെ വിജയം ചെയ്തിരിക്കുന്നത്. ഹോ, കഷ്ടമായല്ലോ! കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെ നാം ആ യഥാർത്ഥ ഭക്തനെ അപമാനിച്ചുവല്ലോ. ബലഭദ്രരാമൻ പശ്ചാത്തപിച്ചു. താൻ അറിയാതെ ചെയ്തു പോയ അപരാധത്തിന് ഗരുഡനും മാപ്പു പറഞ്ഞു. സത്യം പലപ്പോഴും അജ്ഞാതമായിരിക്കും. ആയതിനാലാണ് അന്വേഷിച്ചറിയാതെ യാതൊന്നിനും ഒരുപെട്ടിറങ്ങരുതെന്ന് അഭിജ്ഞന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അവനവൻ്റെ ഉള്ളിലെ അഹം എന്ന ഭാവമാണ് എല്ലാ ദുർഘടങ്ങൾക്കും കാരണമായി തീരുന്നത്. ജ്യേഷ്ഠൻ പോയി ഹനുമാനെ വിളിച്ചു കൊണ്ടുവരൂ. കൃഷ്ണ, വീണ്ടും നാം ചെല്ലുമ്പോൾ? ബലരാമൻ സംശയത്തോടെ ചോദിച്ചു. ജ്യേഷ്ഠൻ സംശയിക്കേണ്ട. സീതാരാമന്മാർ നിന്നെ കാണുവാൻ കാത്തിരിക്കുന്നു എന്ന് മാത്രം ഹനുമാനോട് പറഞ്ഞാൽ മതി. ബലഭദ്രരാമൻ ഹനുമാനെ കൂട്ടിക്കൊണ്ടു വരുന്നതിനായി ഉദ്യാനത്തിലേക്ക് പോയി. അവിടെ നടന്ന സംഭാഷണം കേട്ടുകൊണ്ട് നിന്നിരുന്ന സത്യഭാമ ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു, ശ്രീരാമനോടൊപ്പം സീതാദേവിയും ഉണ്ടായിരിക്കണമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? ഞാൻ വേഗം ചെന്ന് സീതാദേവിയായി വേഷം മാറി വരാം. കൃഷ്ണന്റെ അഭിപ്രായം അറിയാതെ വേഷം മാറുന്നതിനായി സത്യഭാമ തിടുക്കപ്പെട്ട് അന്തഃപുരത്തിലേക്ക് പോയി. അപ്പോൾ ദ്വാരകാനാഥന്റെ പവിഴാധരങ്ങളിൽ ഒരു കുസൃതി ചിരി മിന്നിമറഞ്ഞു. ജ്യേഷ്ഠനും ഗരുഡനും തങ്ങൾ അതിശക്തരാണെന്ന് അഹംഭാവമുള്ളതുപോലെ താൻ അതീവ സുന്ദരിയാണെന്നുള്ള അഹങ്കാരം സത്യഭാമയ്ക്കുമുണ്ട്. കണ്ടാലും പറഞ്ഞാലും അറിയാത്തവ കൊണ്ടാൽ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. കൊണ്ടൽ നേർവർണ്ണൻ മനസ്സിൽ കരുതി. സർവാലങ്കാര വിഭൂഷിതയായി തൻ്റെ മുന്നിൽ വന്ന് ഞെളിഞ്ഞു നിന്ന സത്യഭാമയെ കണ്ട് ഭഗവാൻ കൃഷ്ണൻ അറിയാതെ ചിരിച്ചുപോയി. ഭാമ ഭഗവാനോട് ചോദിച്ചു, പ്രഭോ, അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത്? സീതാദേവിയേക്കാൾ ഞാൻ സുന്ദരിയായിരിക്കുന്നത് കണ്ടില്ലേ? ഹനുമാൻ വരട്ടെ, കാണട്ടെ. സത്യം എന്തെന്ന് അപ്പോൾ അറിയാമല്ലോ. ശ്രീകൃഷ്ണൻ അപ്പോഴും ഗൂഢമായി ചിരിച്ചു. ജയ ജയ സീതാരാമ, ജയ ജയ ജാനകി രാമ, ജയ ജയ മൈഥിലി രാമ. സീതാരാമജപത്തോടെ ഭക്താഗ്രസരനായ മാരുതി കടന്നു വന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചാരത്തു നിന്നിരുന്ന സത്യഭാമയെ കണ്ട് അഞ്ജനാനന്ദനൻ തൻ്റെ കണ്ണുകൾ ഇറുകെ അടച്ചു. സീതാമാതാവേ, അവിടുത്തെ ഭക്തവത്സലദാസനായ ഈ എളിയവനോടുള്ള കാരുണ്യം കുറഞ്ഞുപോയെന്നോ? ഈ വികൃത രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അടിയനെ പരീക്ഷിക്കുകയാണോ? വേണ്ട മാതാവേ, ഈ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള അവിടുത്തെ തേജോമയമായ സ്നേഹമസൃണമായ തിരുമുഖം കാണുവാൻ മാത്രമേ അടിയന് ആഗ്രഹമുള്ളൂ. സീതാമാതാവേ, ജാനകി മാതാവേ, ലോകജനനി. ഹനുമാൻ നിരാശയോടെ വിതുമ്പിക്കരഞ്ഞു. നാണത്താൽ മുഖം കുനിച്ച സത്യഭാമ അന്തഃപുരത്തിലേക്ക് ഓടിമറഞ്ഞു. ഹനുമാന്റെ മാതാവേ എന്നുള്ള വിളികേട്ട് രുക്മിണി ദേവി ഓടിയെത്തി കൃഷ്ണന്റെ ചാരത്ത് നിറ കണ്ണുകളോടെ നിന്നു. ആഞ്ജനേയ, കണ്ണു തുറക്കൂ, നിന്റെ സീതാമാതാവ് നമ്മുടെ ചാരത്ത് നിൽപ്പുണ്ട്. ഭഗവാൻ ശ്രീരാമന്റെ ശബ്ദമാധുര്യത്തോടെ ശ്രീകൃഷ്ണൻ പറഞ്ഞു. ആ മധുരനാദം ശ്രവിച്ച് ആനന്ദപുളകിതനായ ഹനുമാൻ കണ്ണുകൾ തുറന്നു. അവിടെ സ്നേഹസ്വരൂപിണിയായ സീതാദേവിയുമൊത്ത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷമായിരിക്കുന്നത് കണ്ട് രോമാഞ്ചകുഞ്ചിതനായ വായുപുത്രൻ സീതാരാമന്മാരുടെ പാവന പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. പലവട്ടം അവരെ പ്രദക്ഷിണം വെച്ച് തൊഴുത വാദാത്മജൻ ആത്മനിർവൃതിയോടെ ജാനകി രഘുപതിമാരുടെ മുന്നിൽ ആനന്ദാശ്രുക്കളോടെ നിന്നു. മാതാപിതാക്കന്മാരുടെ വാത്സല്യത്തോടെ വായുകുമാരനെ മിഥിലാത്മജയും ദാശരഥിയും ആശ്ലേഷിച്ചനുഗ്രഹിച്ചു. ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും നൈർമല്യമായ ബന്ധത്തിൻ്റെ ആഴമെന്തെന്ന് തിരിച്ചറിഞ്ഞ ബലഭദ്രരാമനും ഗരുഡനും സത്യഭാമയും മറ്റുള്ളവരും കോരിത്തരിപ്പോടെ നോക്കി നിന്നു. എളിമയും ലാളിത്യവും മാതൃത്വവുമാണ് ഉത്തമ സ്ത്രീയുടെ ലക്ഷണങ്ങളെന്ന് സത്യഭാമ അനുഭാവപൂർവ്വം മനസ്സിലാക്കി. ശക്തി എന്നത് ശാരീരിക ആരോഗ്യത്തിലും അവയവങ്ങളിലുമല്ലെന്നും അത് ഉറച്ച വിശ്വാസത്തിലാണുള്ളതെന്നും ബലരാമനും ഗരുഡനും തിരിച്ചറിഞ്ഞു. ഹരേ കൃഷ്ണ.